ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് സമയത്ത് കിട്ടിയാലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇറാനി പോള, ഇറച്ചിപ്പോള എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 മീഡിയം സൈസ് സവാളയാണ് ചെറുതായി കട്ട് ചെയ്തേക്കുന്നത്. അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അതും ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിൽ വേവിച്ചതിന് ശേഷം അതൊന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചെടുത്തേക്കുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും മതിയാകും. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കൂടി നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ. മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് മൈദാമാവിന് പകരം ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 4 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാമേ. ഇനി നമുക്ക് പത്തിരി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ വേറൊരു പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിം നമ്മുടെ പാനിലേക്ക് വരില്ല. അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാമേ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് ബാക്കി മസാല ചേർത്ത് കൊടുക്കാം. ഇതെനിക്ക് കുറച്ചധികം മസാല ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് ബ്രെഡിന് സ്റ്റഫ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ ഇറച്ചിപ്പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാമേ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൈഡൊക്കെ വിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുകളിലത്തെ ഭാഗമില്ലേ അതും കൂടി ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനേ. ഇനി നമുക്ക് ഈ പാൻ ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സൈഡ് കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.